ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ ഈഗിൾ ഗെയിമറിൻ്റെ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ടെലഗ്രാം ഗ്രൂപ്പായിട്ട് സംബന്ധിച്ചുള്ളൊരു വിഷയമാണ്. ഞാനാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത് ഈ ഗ്രൂപ്പിൽ 4 ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് കാറ്റഗറിയിലെ ആൾക്കാരെക്കുറിച്ച് കേട്ടപ്പോഴാണ്. അതായത് അമ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു 4000 സംതിങ് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ്. ആ ഗ്രൂപ്പിൽ വീട്ടിലെ അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ചായ കൊണ്ട് തരുമ്പോൾ അങ്ങനത്തെ ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എടുക്കുന്ന ആംഗിളിലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഇത് കണ്ട് രസിക്കാൻ കുറച്ച് പേര് ആ ഗ്രൂപ്പിൽ, ഒരു 4000 സംതിങ് പേര് ആ ഗ്രൂപ്പിലുണ്ട് തന്നെ. ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് ഒരു വെറും 15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് അത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതായത് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക, വെച്ച് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വെറും 15 വയസ്സുള്ളൊരു കുട്ടിയാണെന്നാണ് ഈ പറഞ്ഞേക്കുന്നത് അനുസരിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സോ എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ജനറേഷൻ ഇനി നന്നാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് പണ്ടൊക്കെയുള്ള ആമ്പിള്ളേരോട് നമ്മൾ പറയുമായിരുന്നു, നിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇത് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ സഹിക്കുമെന്ന്. അവന്മാർ അതിലൊന്ന് ചൂടാവും. എൻ്റെ അമ്മയും പെങ്ങളെയും പറയുന്നത് നിനക്ക് സഹിക്കോടിയെന്ന്, ലൈക്ക് ഇങ്ങനെയുള്ളവർ എനിക്ക് സഹിക്കത്തില്ലെന്നുള്ള രീതിയിൽ അവരൊന്ന് റിയാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവർ, എല്ലാവരും അല്ല, ഇങ്ങനെയുള്ളവർ. അപ്പോൾ ഇപ്പോൾ വന്ന് ഈ അമ്മയും പെങ്ങളെയും തന്നെ വിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇനി നന്നാക്കുമെന്നോ ഒന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. സോ വീട്ടിലാണെങ്കിൽ പോലും പെൺകുട്ടികൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കണ്ണ് വേണം. നിങ്ങൾ എപ്പോഴും ഒരു കെയർഫുൾ മൈൻഡോടെ ജീവിക്കാനേ ഇനി പറ്റുള്ളൂ. ഈ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ.